ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ അയ്യടികൾ കടവർക്കോൺ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. കാഞ്ചീപുരത്തുള്ള ഒരു ചെറു പ്രദേശത്തെ പല്ലവ രാജാവായിരുന്നു കടവർക്കോൺ. തമിഴിലും സംസ്കൃതത്തിലും അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ശിവഭഗവാനോടുള്ള ആരാധനയിലായിരുന്നു. തന്റെ ബോധതലം ഉയർത്തുന്നതിനോടൊപ്പം അദ്ദേഹം തന്റെ പ്രജകളെയും ഉയർത്തിക്കൊണ്ടിരുന്നു. ആത്മീയതയുടെ വിത്ത് അവരുടെ ഹൃദയത്തിലും പാകി. ഇതിൽ ഉറയ്ക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്താണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഒരു രാജ്യം പുരോഗതിയിലേക്ക് മുന്നേറുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നല്ലൊരു ഭരണാധികാരിയുടെ കയ്യിൽ ഭദ്രമാണ് ആ രാജ്യമെന്ന് നിസ്സംശയം പറയാം. നായനാർക്ക് ഭൗതിക ജീവിതത്തിനോട് വിരക്തി തോന്നി. രാജ്യം മകനെ ഏൽപ്പിച്ച് അദ്ദേഹം തീർത്ഥാടനത്തിനിറങ്ങി. ധാരാളം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. ചിദംബരത്തിലുമെത്തി. ധാരാളം കവിതകൾ ആലപിച്ചു. ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നല്ലോ. അർത്ഥസമ്പുഷ്ടമായ വരികളായിരുന്നു. മനുഷ്യജന്മത്തിന് മാത്രമുള്ള ഭാഗ്യമാണ് ഭഗവാന്റെ മഹിമയെ കുറിച്ച് പാടാൻ കഴിയുക എന്ന ഗാനം നമ്മെ ഭക്തിയുടെ ആഴത്തിലേക്ക് കൊണ്ടുപോവും. അദ്ദേഹത്തിന്റെ സമാഹാരങ്ങൾ 11ാമത്തെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 ശിവ സ്ക്രിപ്ചേഴ്സ് ആണല്ലോ ഉള്ളത്. തേവാരം, തിരുവാസകം, തിരുമന്ദിരം, പെരിയ പുരാണം, ഇങ്ങനെയുള്ള 12 സ്ക്രിപ്ചേഴ്സിൽ 11ാമത്തേതിൽ കടവർക്കോൺ നായനാരുടെ വിലമതിക്കാനാവാത്ത സൃഷ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓം ശിവശക്തൈക്യ രൂപിണേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.